ഒരപ്പനും മോനും എപ്പം നോക്കിയാലും ഉടക്കാണ്. എന്തിനാ അപ്പനോട് ഇങ്ങനെ ഉടക്കണേ? ഒന്നില്ലെങ്കിൽ ഞാൻ ഈ വീട്ടിലോട്ട് കയറി വന്നപ്പോ ഒരു മെഴുതിരി കത്തിച്ച് പിടിച്ച് ആ വാതിക്കൽ നിന്ന മനുഷ്യനല്ലേ. ആ കാര്യം ഓർക്കുമ്പോഴാ കൂടുതൽ കലിപ്പ്. എടി നിനക്കറിയാല്ല ഞാൻ ചുമ്മാ അപ്പനെ ചൊറിയാൻ വേണ്ടി പറയണേന്ന്. എനിക്കറിയാം അപ്പൻ എൻ്റെ കണ്ണീര് കണ്ടിട്ട് എന്നെ കല്യാണം വേണ്ടെന്ന് വെച്ച്. ജനമൈത്രി ജനമൈത്രി എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. ഭയങ്കര ഇടിമൈത്രിയാണ് ഇവിടെ. അതെ നീ അങ്ങോട്ട് ചെന്ന് ഞാൻ അങ്ങോട്ട് വന്നില്ല. അതെന്താ? ഞാൻ അങ്ങനെ വന്ന് ശരിയാവില്ലെന്ന്. നമുക്ക് നാട്ടിലൊരു വിലയൊക്കെ ഉള്ളതല്ലേ. എല്ലാ ദിവസവും വന്ന് ഇവിടെ ഒന്ന് ഇടിമേടിക്കാൻ ഇറച്ചൊന്നുമില്ലല്ലോ. നീ അവിടെ പോയെന്നു ഞാൻ ചോദിച്ചിട്ടില്ല. ഓ എന്താടാ? ഇല്ല ഞാൻ ആ പുണ്യഭൂമിയിലേക്ക് ഇല്ലെന്ന് പറഞ്ഞതാ. ബേബി അല്ലേ? ഇടോ അവൻ്റെ നമ്പർ ട്രേസ് ചെയ്തപ്പം മൊബൈൽ ഫോൺ ഓഫായിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ ടവറിൻ്റെ പരിധിയിലാണ്. ആ സമയത്ത് ഒരു ഗോരഖ്പൂർ ട്രെയിനും ഉണ്ടായിരുന്നു. സർ അവൻ നേപ്പാളിലേക്ക് പോകാനാണ് സാധ്യത. അവനൊന്നും ഏതായാലും അത്ര പെട്ടെന്ന് പിടിക്കാൻ പറ്റില്ല സർ.